ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ സംസാരിക്കാൻ തുടങ്ങുന്ന സമയം വരെ കുഞ്ഞുങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് കരച്ചിൽ. അപ്പോൾ ഈ ഒരു കരച്ചിലിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവരുമായിട്ടുള്ള ഒരു റിലേഷൻ കുട്ടികളുമായിട്ട് നമുക്ക് വേഗം തന്നെ നല്ല രീതിയിലൊരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഹായ് ദേർ, ദിസ് ഈസ് ഡോക്ടർ ആര്യദേവി. കുഞ്ഞ് കരയുമ്പോൾ പലപ്പോഴും നമ്മൾ പെട്ടെന്ന് ടെൻഷനായിട്ട് കുഞ്ഞിൻ്റെ കരച്ചിൽ എങ്ങനെയെങ്കിലും ഒന്ന് നിർത്താനായിട്ട് നോക്കാറുണ്ട്. പക്ഷെ അത് ചെയ്യുന്നതിന് പകരം എന്തിനു വേണ്ടിയിട്ടാണ് കുഞ്ഞ് കരയുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കൂടുതൽ സമയം കുഞ്ഞുങ്ങൾ കരയുന്നത് അവർക്ക് വിശക്കുമ്പോഴും ഉറക്കം വരുമ്പോഴും തന്നെയാണ്. എങ്കിലും മറ്റു പല കാരണങ്ങൾ കൊണ്ടും കുഞ്ഞുങ്ങൾ കരയാം. അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് എത്രയും വേഗം നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നോ അത്രയും വേഗം തന്നെ കുഞ്ഞിൻ്റെ കരച്ചിലും നിൽക്കുന്നതാണ്. ഓവർ സ്റ്റിമുലേഷനാണ് ഫസ്റ്റ് കാര്യം. അതായത് അധികമായിട്ടുള്ള ലൈറ്റ്, സൗണ്ട്, അതും അല്ലെങ്കിൽ അവർക്ക് അധികമായിട്ട് ചൂട് ഫീൽ ചെയ്യുക, തണുപ്പ് ഫീൽ ചെയ്യുക, ഇതെല്ലാം കാരണം കൊണ്ട് കുഞ്ഞുങ്ങൾ കരയാം. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അവർ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ടെങ്കിലോ അതും അല്ലെങ്കിൽ അവർക്ക് ബോറടിക്കുന്നുണ്ടെങ്കിലോ ഒക്കെ അവർ കരയും. വേറൊന്ന്, അവർ കിടക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ നനവുണ്ടായിരിക്കാം. അതും അല്ലെങ്കിൽ അവർ നാപ്പി ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഡയപ്പർ ചേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു കാരണം കൊണ്ടിട്ടായിരിക്കും അപ്പോൾ കരയുന്നത്. മറ്റൊന്ന് ഗ്യാസ് ട്രബിൾ ആണ്. ഗ്യാസ് ട്രബിൾ കാരണം കുഞ്ഞുങ്ങൾ കരയാം. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേദനയോ വൈകയോ ഒക്കെ കാരണവും കുഞ്ഞുങ്ങൾ കരയാം. പിന്നെ കുഞ്ഞിനെ നമ്മളൊന്ന് വെറുതെ എടുക്കണം എന്നുള്ള ഫീലിംഗ് കുഞ്ഞിന് തോന്നിക്കഴിഞ്ഞാലും കുഞ്ഞ് കരയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലേതിനാണ് കുഞ്ഞ് കരയുന്നതെന്ന് വേഗം തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് കാര്യം.